കൂടെ ഇപ്പോൾ ഉള്ളത് CPM നേതാവായ ശോഭന ജോർജാണ്. തെരഞ്ഞെടുപ്പിൽ അവർ പാലക്കാട് മണ്ഡലത്തിൽ വിജയരാഘവന് വേണ്ടി പ്രചാരണത്തിനെത്തിയതായിരുന്നു. എങ്ങനെ പോകുന്നു? പ്രചാരണ പരിപാടികളിലൊക്കെ സജീവമാണല്ലോ അല്ലേ? അതെ, കാരണം ഇതൊരു കടമയാണ്. ഈ മണ്ണില് നമ്മളൊക്കെ ജീവിച്ചത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് വളരെ സ്നേഹത്തോടെ ജീവിച്ച മണ്ണാണ്. ഇതിപ്പോ ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ അവരൊരു ശക്തി ആവണം. എങ്കിൽ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതികരിക്കാനുണ്ടാവൂ. അല്ലാത്തവരുടെയൊക്കെ കഥകൾ നമുക്കറിയാം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ തന്നെ രാഹുൽജി പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവ് അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? എന്താണ് മുന്നോട്ട് എന്താണ് രാഷ്ട്രീയം? എന്താണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയരാഘവനെ പോലെ തന്നെ കേരളത്തിലെ 20 മണ്ഡലത്തിലും ഇടതുപക്ഷ മണ്ഡലങ്ങളിലും പോയി. എവിടെയൊക്കെ പോയിപ്പോ? ഞാൻ 3-4 മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലായിടവും പോയി. കാസർഗോഡൊന്നും പോയില്ല, ബാക്കി ഏകദേശം എല്ലായിടവും പോയിട്ടുണ്ട്. വടകരയിൽ ഇപ്പോ വലിയ വിവാദങ്ങളാണല്ലോ. ശൈല ടീച്ചർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചയാണല്ലോ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള? ഞാനത് വടകര ഞാൻ പോയിരുന്നു. ഞാൻ ശൈലജ ടീച്ചറിനെ കണ്ടിരുന്നു. കാരണം അത് നമ്മുടെ കടമയാണ്. കാരണം ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാലാഖയാണ്. ഒരു ഏഞ്ചലിന്റെ സ്പേസ് ഉണ്ട് ശൈലജ ടീച്ചർക്ക്. ആ ശൈലജ ടീച്ചറിനെ വരെ ഒരു കോൺട്രവേഴ്സിയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു നല്ല ജീവിതമുള്ള, നല്ല പെരുമാറ്റമുള്ള ആ ഒരു ശൈലജ ടീച്ചറിനെ പോലെ ഒരാളെ പോലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി ഇത്തരം തരംതാണ വിധത്തിലുള്ള പോസ്റ്റുകള്, അതുപോലെ വീഡിയോ ക്ലിപ്പിംഗ്സുകള്, തലമാട്ടി ഒട്ടിക്കുക. പക്ഷെ ഇതിനെതിരെയെല്ലാം സത്യം പറഞ്ഞ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും അതിന്റെ അകത്തൊരു ന്യായീകരണമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ KK രമയ്ക്ക് നേരെയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രമ്യ ഹരിദാസിന് നേരെ ഉണ്ടായിരുന്നു. അതിപ്പോ ഇതിനകത്ത് CPM നേതാക്കളെന്നോ കോൺഗ്രസ് എന്നോ ഇല്ലാതെ വളരെ സ്ത്രീവിരുദ്ധമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരം സാധനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഈ പറഞ്ഞവരെക്കാട്ടിലൊക്കെ എത്രയോ അധികം കേട്ടൊരാളാണ് ഈ ഞാൻ. എന്റെ അത്രയും കേട്ടവരാരെങ്കിലും ഉണ്ടോ കേരള രാഷ്ട്രീയത്തിൽ? ഒരു നീണ്ട കാലയളവ് കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് പ്രവർത്തന പാരമ്പര്യമുണ്ടെങ്കിൽ അത്രയും തന്നെ പാരമ്പര്യമുണ്ട് കാലാകാലങ്ങളിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കും ഇത്തരം വാർത്തകൾക്കും. അതിനെ അതിജീവിച്ചു പോകാനൊക്കെ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വേറൊരു വശം. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒട്ടും ന്യായീകരണമില്ലാത്ത. അല്ലാതെ എല്ലാവരും എന്തൊക്കെ പറയും അതൊക്കെ കേൾക്കാൻ പറ്റുമോ? പക്ഷെ അതിനെ അതിജീവിച്ചു പോകാൻ ഒരു പെണ്ണിന് തന്റെ ഇടമുണ്ടാവും. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥിതി അതല്ല. അവർക്ക് വളരെ സമയപരിമിതികളുണ്ട്. ആ പരിമിതികൾ ഇതിനൊക്കെ ന്യായം പറയാൻ പോകേണ്ടി വരുന്ന അവസ്ഥ അവരുടെ മുറയിൽ തകർക്കാൻ ശ്രമിക്കുന്ന, തീർച്ചയായിട്ടും ഷാഫി ഇതിന്റെ അകത്തൊരു പരസ്യമായി മാപ്പ് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഷാഫിക്കുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്നലെ ഷാഫിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ രമ്യ ഹരിദാസിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്ന സമയത്ത് അതിൽ K രാധാകൃഷ്ണനെ അല്ലല്ലോ പ്രതിക്കൂട്ടിൽ നിർത്തിയത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് തർക്കമല്ല, ഇതിന്റെ അകത്ത് തർക്കമല്ല. ആരെ പറ്റി പറയുന്നതിന്റെ അകത്തും ഒരു ന്യായവും നമ്മുടെ ഭാഗത്തില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയം നോക്കണ്ട, മറ്റു ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കരുത്. ഈ ലോകം എന്ന് പറയുന്ന പുരുഷന് മാത്രം ഉള്ളതാണോ? ഇവിടെ എത്രയോ പുരുഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഏതെങ്കിലും സ്ത്രീ ഇതുപോലെ മുഖം വെട്ടിയൊട്ടിച്ചും പോസ്റ്റ് ഇട്ടും അവരെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തേ പുരുഷന്റെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്നു? എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ശൈലജ ടീച്ചറിനെ പോലെ ഒരു സ്ത്രീയുടെ മുറയിൽ തകർത്താലേ തനിക്ക് ജയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന വിധത്തിലേക്ക് ആ ചിന്ത തരം താണുപോയി? അതാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും അത്തരം പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.